നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപട്യമോ ഒളിച്ചു കളിയോ ഒന്നും നടക്കത്തില്ല. വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും നേരം മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന്. അപ്പോൾ മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ്? ഞാൻ കന്നഡയിലാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി കന്നഡക്കാർക്ക് കൊടുക്കും. പള്ളിയിൽ വായിക്കാന്ന് കൊടുത്താൽ മതി, ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന്. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃപാസനത്തെക്കുറിച്ച് അറിയാം. അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. വെറുതെ പള്ളിയുടെ അടുത്ത് വെറുതെ പത്രം പിടിച്ച് നിന്നാൽ മതി. ആൾക്കാർ വന്ന് ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് പെറുക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് പെറുക്കി എടുക്കുന്ന പോലെ പത്രം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എനിക്കൊരു മുടക്കുമില്ല. മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എടുത്താൽ മെയ്യട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു പോകും നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാഞ്ഞപ്പോൾ, ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കുന്നത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന്. പിന്നെ എന്ത് ചെയ്ത് അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, എല്ലാവരും രക്ഷപ്പെടണം ഉടനെ പുതുക്കി കഴിയുമ്പോഴാണല്ലോ. പുതുക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീടാൻ തോറും കയറി ഇറങ്ങിയിട്ട് കൃപാസന മാതാവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ലിങ്ക് ഷെയർ